അല്ല, രാമേട്ടൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ നന്ദിനി അടുത്ത് വിളിച്ചു ചോദിക്കാം. വേണ്ട, അവളെ വിളിക്കരുത്. അവളെ വിളിച്ചിട്ട് എനിക്ക് മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട. അത് അടഞ്ഞൊരു അധ്യായമാ. അവക്ക് മുമ്പിൽ ഞാൻ വലിച്ചടച്ച വാതിലുകൾ എന്നേക്കുമായി അടഞ്ഞു തന്നെ കിടക്കും. അതൊരിക്കലും തുറക്കപ്പെടില്ല. മരുന്ന് കഴിക്കാതെ ഞാൻ അങ്ങ് ചത്തു പോകുന്നെങ്കിൽ ചത്തു പൊക്കോട്ടെ. അമ്മേ, എന്നാലും അവളെ എനിക്കിനി കാണണ്ട. അല്ലമ്മേ, ഇറങ്ങടി വെളിയില്. എല്ലാം ഇറങ്ങന്റെ മുന്നിൽ നിന്ന്. വാ. ദാ മോളെ ചായ. ഇതാരുടെ ഫോട്ടോയാ? അത് മാധുരി മോളുടെ കുഞ്ഞിലത്തെ ഫോട്ടോയാ. ആ, ഇതാരുടെ ഫോട്ടോയാ? ഇതാരാ ആന്റി? ഇത് ഇന്ദ്രജ മാഡം. ഇന്ദ്രജ മാഡോ? അതാരാ ഈ ഇന്ദ്രജ മാഡം? ഇതെന്താ ഇന്ദ്രജ മാഡം എന്ന് കേൾക്കുമ്പോ ഈ സ്ത്രീ ഭയന്ന് വിറയ്ക്കുന്ന? കാർത്തി, രാജലക്ഷ്മി അമ്മ നന്ദിനിയോട് വഴക്ക് കൂടുന്നു ഒന്നും കാര്യമാക്കണ്ട. അതൊരു തരം സ്നേഹത്തിന്റെ വഴക്കായിട്ടാ എനിക്ക് തോന്നുന്നു. ചെറിയ തെറ്റൊന്നുമല്ലല്ലോ അയാൾ ഈ പെണ്ണിനോടും ആ കുടുംബത്തോടും കാണിച്ചത്. കാരണക്കാരി എന്റെ മകളും. അതൊന്നും അങ്ങനെ രാജലക്ഷ്മി അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? ആ, അതൊക്കെ പോട്ടെ. നന്ദിനി എനിക്ക് എന്റെ മകളെ പോലെ തന്നെയാ. നീ ഒരു കാരണവശാലും പേടിക്കണ്ട. ഇത് സ്വന്തം വീടാണെന്ന് കരുതി നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ ജീവിക്കാം. സത്യത്തിൽ നന്ദിനിയെ ഒന്ന് കാണണമെന്ന് എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നതെന്നറിയാമോ? എന്തായാലും നീ ഇനി എന്നും ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. സന്തോഷം. ഈ സ്ത്രീയോട് എന്റെ മുത്തശ്ശൻ വരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. ഇവർക്ക് മനുഷ്യനെ മയക്കുന്ന മാന്ത്രിക വിദ്യ വല്ലതും അറിയാമോ? അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. നിങ്ങൾക്ക് താമസിക്കാനുള്ള മുറി ഞാൻ കാണിച്ചു തരാം. വാ. ഇത് നിന്റെ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറിയാണ്. ഈ മുറിയിൽ ഞാൻ കയറിയിട്ട് വർഷങ്ങളായി. വേലക്കാരി ദിവസവും കയറി വൃത്തിയാക്കും.
അത്ര തന്നെ. ചിലപ്പോ തോന്നും മനുഷ്യന് ദൈവം തന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഈ ഓർമ്മകളെന്ന്. നന്ദിനിക്ക് അപ്പുറത്ത് തന്നെ നല്ല മുറിയുണ്ട്. ആ, ഞാൻ അക്കാര്യം പറഞ്ഞില്ലല്ലോ. എന്താ മുത്തശ്ശ? ഇന്ദ്രജ വരുന്നുണ്ട്. അവൾ ഇന്ന് വരും. ഓ, ഇന്ദ്രജിയോ? ഇത് ഇന്ദ്രജ മാഡം. ആരാ ഈ ഇന്ദ്രജ? ആ, നിന്റെ അമ്മ നിന്നോട് കുടുംബ പുരാണമൊന്നും വിളമ്പിയിട്ടില്ല എന്ന് വ്യക്തമായി. മാധുരിക്ക് ഒരു ചേച്ചി കൂടെ ഉണ്ട്. അവളുടെ പേരാ ഇന്ദ്രജ. ഇന്ദ്രജ. ആ, വന്നതേ ഉള്ളൂ. വീട്ടിൽ പോയി അച്ഛനെ കണ്ടിട്ട് നേരെ അങ്ങ് വരും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജയറാമിന്റെയും മാധുരിയുടെയും പ്രവൃത്തിക്ക് യാതൊരു ന്യായീകരണവുമില്ല. എത്ര മനസ്സുകൾ കീറി നോവിച്ചാണ് അവർ ആ ഒരു കാര്യം ചെയ്തത്. നന്ദിനിയുടെ ഒരു കൊലപാതകമല്ലേ വാസ്തവത്തിൽ അവർ നടത്തിയത്? പറഞ്ഞു പറഞ്ഞു മടുത്ത വിഷയ മുത്തശ്ശ. എനിക്കതിപ്പോഴും പുതിയ വിഷയമാണ്. 2 കുടുംബങ്ങളാണ് അവർ തകർത്ത് കളഞ്ഞത്. മാതാപിതാക്കളുടെ വേദന അവർക്ക് മാത്രമേ മനസ്സിലാവൂ. ആ, പോട്ടെ. മറക്കാൻ എത്ര ശ്രമിച്ചാലും ആ ഓർമ്മകൾ തികട്ടി വരും. മാധുരിയുടെ മരണം പോലും ജയറാം എന്നെ അറിയിച്ചില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. ഞാൻ പിന്നെ പോലീസ് ആയതുകൊണ്ട് വിവരം പിറ്റേ ദിവസം തന്നെ അറിഞ്ഞു. പക്ഷേ ആരോടും പറഞ്ഞില്ല. ഞാൻ പറയാൻ ഒരുമ്പെട്ട കാര്യം മറ്റൊന്നായിരുന്നു. മാധുരി മരിച്ചത് വസുപഞ്ചക ദോഷത്തിലാ. വസുപഞ്ചകത്തിൽ മരിച്ചാൽ ആ മരിച്ചവരുടെ കുടുംബത്തിൽ തുടരെ 5 മരണങ്ങൾ നടക്കുമെന്ന ജ്യോതിഷവിധി. അതിനെന്താ പ്രതിവിധി ചെയ്യേണ്ടത് അച്ഛാ? 2 കുടുംബങ്ങളിലും അതിന്റെ ദോഷം സംഭവിച്ചേക്കാം. പക്ഷേ പരിഹാര കർമ്മങ്ങളുണ്ട്, അത് ചെയ്യണം. 18 വർഷങ്ങൾ ഞാൻ എൻ്റെ മകളെ അന്വേഷിച്ചിട്ടില്ല. അവൾ എന്നെ തിരക്കിയതുമില്ല. സ്നേഹിച്ചു വളർത്തിയ ഒരച്ഛന് മകൾ കൊടുത്ത പാരിതോഷികമാണ് അത്. അവളെക്കുറിച്ച് എന്നെ അറിയിച്ചിട്ടുമില്ല. ഇപ്പോ നിങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴാ 10-17 വയസ്സുള്ള എൻ്റെ കൊച്ചുമകളെ ഞാൻ കാണുന്നത്. മനുഷ്യരെ ഏതൊക്കെ തരത്തിലാണ് ഓരോന്ന് വേട്ടയാടുന്നത് അല്ലേ? ചെറുവിരലിൽ തൂങ്ങി നടക്കുന്ന കൊച്ചുമക്കളുമായി മുറ്റത്തും പറമ്പത്തും കറങ്ങി നടക്കുന്ന ഒരു മുത്തച്ഛൻ്റെ സ്വപ്നം. പേരക്കുട്ടികൾക്ക് പ്രകൃതിയും പൂക്കളും കാണിച്ചു കൊടുത്ത് അവർക്ക് സാരോപദേശ കഥകൾ പറഞ്ഞു കൊടുത്ത് വളർത്തണമെന്ന സങ്കല്പം.
വിചാരിക്കുന്നതിന് വിപരീതമായി സംഭവിക്കുന്നതാണല്ലോ നമ്മൾ വിധി വിളയാട്ടമെന്നൊക്കെ പറയുന്നത്. ഇതും അത് തന്നെ. ഇന്ദ്രജ ഇന്ന് എത്തും. അവൾ വരുമ്പോ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് കണ്ടറിയണം. എന്റെ മാധുരി ഈ മുറിക്കകത്ത് നിറഞ്ഞു നിൽക്കും പോലെ. ഇവിടെ മൊത്തം എന്റെ അമ്മയുടെ സുഗന്ധമാണ്. ഇതൊക്കെ മാധുരി കുഞ്ഞിന്റെ ഡ്രസ്സുകളാ. ആ മാധുരി കുഞ്ഞിന്റെ കുഞ്ഞാ ഞാൻ. എന്താ എനിക്കിത് നോക്കാൻ പാടില്ലേ? അയ്യോ, മോള് നോക്കിക്കോ. ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ. ദാ മോളെ, എന്താ ഇത്? നാരങ്ങ വെള്ളം. വേണ്ട. ആ പിന്നെ എന്താ പേര്? ജലജാമണി തങ്കപ്പൻ. ആ മണിയും വേണ്ട, തങ്കപ്പനും വേണ്ട. ജലജ, ജലജ ആന്റി പോരെ? മതി മതി മതി, എനിക്കെന്താ. പോയാട്ടെ. ആ ജലജാന്റി പോയാട്ടേന്ന്. ഞാൻ എന്റെ അമ്മയോടൊപ്പം അല്പനേരം ഒറ്റയ്ക്ക് നിൽക്കട്ടെ. ഓ, മാധുരി, എന്റെ മാധുരി. ജയതയെ വിളിച്ചിരുന്നു. രാവിലെ തന്നെ പറഞ്ഞു മാഡം വരുമെന്ന്. എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടാ വന്നത് അല്ലേ? അതെ. കുടിക്കാൻ എന്തെങ്കിലും? നോ താങ്ക്സ്. ആ താമ്പയ്ക്കോ? ഓക്കെ സാർ. തന്നെ കാണാൻ വന്നിരിക്കുന്ന വിസിറ്റർ ദാ ഈ മാഡമാണ്. ഇന്ദ്രജ, നീ എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? വെള്ളടി ഏറ്റ പോലെ നീ നിന്ന് വിറക്കിയാണല്ലോ എന്നെ കണ്ടപ്പോ. എന്താ ഇയാളുടെ നാക്ക് വറ്റി വരണ്ട് പോയോ? നാക്ക് വറ്റി വരേണ്ടത് വാക്കുകൾ ഇല്ലാഞ്ഞിട്ടാ. ഒറ്റ ചോദ്യമേ ഞാൻ നിന്നോട് ചോദിക്കുന്നുള്ളൂ. ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. അത് കിട്ടുന്നത് വരെ ഒരു നായാട്ടുകാരിയെ പോലെ നിന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. എന്തിനെന്റെ അനുജത്തിയെ നീ കൊന്നു? എനിക്കത് അറിയണം. അത് ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. ഞാൻ മാധുരി കൊന്നിട്ടില്ല. എല്ലാ കൊലപാതകികളും പറയുന്ന ഉത്തരമാണിത്. ഇതെനിക്ക് കേൾക്കണ്ട.
നിന്റെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചവളല്ലേ അവള്? ഇത്രയും നാളും നിന്റെ കൂടെ ജീവിച്ചവളല്ലേ എന്റെ അനുജത്തി? എന്നിട്ട് നീ അവളെ കൊന്നു. ഞാൻ അവളെ കൊന്നിട്ടില്ല. കൊന്നിട്ടില്ലെങ്കിൽ പിന്നെ അവളെ ആര് കൊന്നു? നീ എത്ര കള്ളം പറയാൻ ശ്രമിച്ചാലും അതൊന്നും എന്റെ മുന്നിൽ വില പോവില്ല. എന്റെ അനിയത്തിയെ കൊന്നവനോട് ഞാൻ പകരം വീട്ടിയിരിക്കും. ഈ ജയിലിനകത്ത് നീ സുരക്ഷിതനാണെന്ന തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഇതിനകത്തുള്ളവരൊക്കെ എന്റെ ആളുകളാണ്. നിന്നെ ഇതിനകത്തിട്ട് ഇഞ്ചിഞ്ചായി ഞാൻ കൊല്ലും. ഇവിടെ വന്ന് നിന്നെ കണ്ടിട്ട് മാത്രമേ ഞാൻ എന്റെ അച്ഛനെ കാണൂന്ന് പ്രതിജ്ഞ എടുത്തതാ. കണ്ടു. ഇനി ഞാൻ തീരുമാനിക്കും നിന്റെ വിധി. എന്റെ മാധുരിയെ ഇല്ലാതാക്കിയതിന് നിന്റെ ശിക്ഷാവിധി ഇവിടെ ആരംഭിക്കുക. ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഇവിടെ വന്ന് ഏത് സമയത്തും കാണാൻ കഴിയുമെങ്കിൽ നിന്നെ ഇതിനകത്തിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നീ ആലോചിച്ച് നോക്കണം. എവിടെടാ എന്റെ മാധുരിയുടെ മകള്? അവള് ജനിപ്പിച്ച മകളെ നീ പെരുവഴിയിലേക്ക് എറിഞ്ഞു അല്ലേ? നിന്റെ ദുരന്തകാലം ഇന്ന് ഇവിടെ തുടങ്ങുന്നു. അനുഭവിക്കാൻ നീ തയ്യാറായിട്ടിരുന്നു. ആ പോയവൾ ആരാണെന്ന് നിനക്കറിയോ? ഐജിയുടെ സ്വന്തം ആളാ. അദ്ദേഹം പേഴ്സണായിട്ട് വിളിച്ചു പറഞ്ഞിട്ടാ ഈ കൂടിക്കാഴ്ച നടത്തിയെന്ന്. ഇനി അങ്ങോട്ട് ഇതിനകത്ത് നിന്റെ കഷ്ടപ്പാടിന്റെ രാത്രികൾ ആരംഭിക്കുക. ജീവനോടെ നീ പുറത്തു പോകും തോന്നില്ല. അച്ഛാ, നിക്ക്. ഇവിടെ നിന്നെ സ്വീകരിക്കാൻ മറ്റൊരാളുണ്ട്. നന്ദിനി, ഇവളെന്താ ഈ വീട്ടില്? ഞാൻ തിരക്കി നടക്കുന്ന എന്റെ ആജന്മ ശത്രുക്കളിൽ പ്രധാനി എന്റെ കുടുംബത്തിലോ? ഇന്ദ്രജേ, അച്ഛൻ ഇതിൽ ഇടപെടണ്ട. നീ ആരടി? ആരതി ഒഴിഞ്ഞ് എന്നെ സ്വീകരിക്കാൻ? നിന്റെ സ്വീകരണം ഏറ്റുവാങ്ങാനല്ല ഞാൻ ദുബായിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് വന്നത്. അച്ഛൻ എന്തുദ്ദേശിച്ച ഇവളെ വിളിച്ച് ഈ വീട്ടിൽ കയറ്റിയത്? മോളെ, എല്ലാം വിശദമായിട്ട് പറയാം. നീ അകത്തേക്ക് വാ. ഞാൻ അകത്തേക്ക് വരില്ല. ചെകുത്താൻ നിൽക്കുന്നിടത്തേക്ക് ദേവതകൾ കേറാറില്ല. മോളെ, നീ കഥയറിയാതെ ആട്ടം കാണുകയാണ്. കഥയറിഞ്ഞ് തന്നെയാ ഞാൻ കഥകളി കാണുന്നത്. എന്റെ അനിയത്തിയുടെ മരണം അറിഞ്ഞിട്ട് ഓടി വന്നവളാ ഞാൻ. വന്നു കേറിയപ്പോ എന്റെ വീട്ടില് എന്റെ അനിയത്തിയെ കൊന്നവള്. ഇന്ദ്രജി, മിണ്ടരുത് നീ.
എന്റെ അനിയത്തിയെ കൊന്നിട്ട് ചേച്ചിയായ എനിക്ക് അവള് താലവുമായിട്ട് വന്നിരിക്കുന്നു. നീയാണ് എന്റെ മുഖ്യ ശത്രു. നിന്നോട് പകരം വീട്ടാൻ തന്നെയാ ഞാൻ എത്തിയിരിക്കുന്നത്. പകരം വീട്ടിട്ടേ ഞാൻ അടങ്ങും, എന്നിട്ടേ ഞാൻ മടങ്ങും. എന്റെ വല്യമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ കൊള്ളാലോ. ഇവരുടെ മുൻപിൽ ഈ നന്ദിനി വിറച്ചു നിൽക്കുക. മാധുരിയുടെ ചേച്ചി ഇന്ദ്രജ ഒരു സൂപ്പർ സ്റ്റാർ ആണല്ലോ. ഇവളാരാ? ഇവള് കൊണ്ടുവന്നതാണോ? കൊണ്ടുവന്നത് ഇവളൊക്കെ തന്നെയാ. പേര് മീനാക്ഷി. നിന്റെ അനുജത്തിയുടെ മകളാണ്.